ഹായ് ഓൾ, വെൽക്കം ടു മാസ്റ്റർ ക്ലാസ് ബൈ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്. അപ്പോൾ ഇതാ നമ്മുടെ പി എസ് സിയിലെ ക്രമക്കേടുകൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം. പി എസ് സിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പല സംസ്ഥാനത്തും പി എസ് സി ചെയർമാൻമാർ രാജിവെച്ചു, അല്ലെങ്കിൽ പ്രക്ഷോഭത്തിന്റെ ചൂടെറിഞ്ഞ് പുറത്തേക്ക് പോയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നമുക്ക് കൃത്യമായി നമ്മുടെ വിജിലൻസിന്റെയും ക്രൈംബ്രാഞ്ചിന്റെയും ഒക്കെ അന്വേഷണം നടക്കുകയാണ്. അപ്പോൾ വിജിലൻസിന്റെ ക്രമക്കേട് ശക്തമായിരിക്കുന്ന ഈ ഒരു സമയത്ത് ഏറ്റവും പുതിയ ഒരു വാർത്ത വരികയാണ്. ഗവർണർ ഇടപെടുന്നു. പി എസ് സി ക്രമക്കേടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഗവർണർ ഇടപെടുന്നു. എന്താവും അവസ്ഥ? പി എസ് സിയെ പിരിച്ചുവിടുമോ, അല്ലെങ്കിൽ പി എസ് സി അംഗങ്ങൾ സ്വമേധയാ രാജിവെക്കുമോ? അതിന്റെ പ്രൊസീജിയർ എങ്ങനെയൊക്കെയാണ് എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ വേണ്ടി പോകുന്നത്. ഏറ്റവും ആദ്യം നമുക്ക് ആ വാർത്തയൊന്ന് വളരെ വിശദമായിട്ടൊന്ന് പഠിക്കാം. ഇങ്ങനെയാണ് പി എസ് സി ക്രമക്കേട് ഇടപെടാൻ ഗവർണർ. അതായത് ആ വാർത്ത പി കെ മണികണ്ഠൻ തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്ത മാതൃഭൂമിയിൽ വന്ന ഒരു വാർത്തയാണ്. അതിങ്ങനെയാണ്: കേരളത്തിലെ പി എസ് സി പരീക്ഷാ ക്രമക്കേടിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കർ ഇടപെടുന്നു. 100ഓളം പരാതികൾ ഉയർന്നതിനാൽ രാഷ്ട്രപതിക്ക് റിപ്പോർട്ട് ചെയ്യാനാണ് നീക്കം. അതായത് ഒരുപാട് ക്രമക്കേടുകളാണ്, അല്ലെങ്കിൽ ഒരുപാട് പരാതികളാണ് പി എസ് സിയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രപതിക്ക് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഗവർണർ തീരുമാനിച്ചിരിക്കുന്നത്. പി എസ് സി ഭരണഘടനാ സ്ഥാപനമായതിനാൽ നടപടിയെടുക്കാൻ രാഷ്ട്രപതിക്ക് അധികാരമുള്ളൂ. അല്ലെ, ഇതൊരു ഭരണഘടനാ സ്ഥാപനമാണ് പി എസ് സി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതിലൊരു നടപടി എടുക്കണമെങ്കിൽ അത് രാഷ്ട്രപതിക്കാണ് അധികാരം. രാഷ്ട്രപതി സുപ്രീം കോടതിയുടെ അന്വേഷണത്തിൽ റെഫർ ചെയ്താൽ പി എസ് സി ചെയർമാനെയും അംഗങ്ങളെയും സസ്പെൻഡ് ചെയ്യാൻ ഗവർണർക്ക് കഴിയും. അപ്പൊ ആരാണ് സസ്പെൻഡ് ചെയ്യുക? അത് ഗവർണറാണ്. ആ ഒരു പോയിന്റ് അവിടെ നിങ്ങൾ ഓർക്കുക. അതായത് രാഷ്ട്രപതി സുപ്രീം കോടതിക്ക് അന്വേഷണത്തിനായി ഈ ഒരു ഫയല് ഒരു സമയം റെഫർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് പി എസ് സി ചെയർമാനെയും അംഗങ്ങളെയും വേണമെങ്കിൽ സസ്പെൻഡ് ചെയ്യാൻ ഗവർണർക്ക് കഴിയും. സുപ്രീം കോടതി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രപതിക്ക് പി എസ് സിയെ പിരിച്ചുവിടാം. ഇതിനുള്ള നിയമസാധുതയാണ് ഗവർണർ തേടുന്നതാണ് വിവരം. അതായത് പിരിച്ചുവിടാനുള്ള അധികാരം ആർക്കാണ്? രാഷ്ട്രപതിക്കാണ്. എന്നാൽ നിയമിക്കുന്നത് ഗവർണറാണ്, പക്ഷേ പിരിച്ചുവിടുന്നത് രാഷ്ട്രപതിയാണ്. അപ്പൊ ഇങ്ങനെ ഒരു പിരിച്ചുവിട്ടാൽ അതിനുള്ള നിയമസാധുതയാണ് ഇപ്പോൾ ഗവർണർ തേടാൻ വേണ്ടി പോകുന്നത്. ഇപ്പോഴത്തെ സർക്കാർ നടപടിയിലും ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണത്തിലും ഗവർണർ തൃപ്തനല്ല എന്നാണ് പറയുന്നത്. പി എസ് സിക്കെതിരെ കടുത്ത നടപടി ആലോചിക്കാൻ അദ്ദേഹം നിയമോപദേശം തേടിയതായി ലോക്ഭവൻ വൃത്തങ്ങൾ പറഞ്ഞു. 2 മാസമായി വിവാദം പുകയുന്ന പരീക്ഷാ ക്രമക്കേടിൽ ഇതുവരെ ഒരു വഴിത്തിരിവ് ഉണ്ടായിട്ടില്ലെന്നാണ് ലോക്ഭവന്റെ വിലയിരുത്തൽ. പരീക്ഷാ ക്രമക്കേടിൽ 100ഓളം പരാതികൾ വന്നെങ്കിലും ആസൂത്രണ ബോർഡ് പരീക്ഷ തട്ടിപ്പിൽ മാത്രമേ നിലവിൽ കേസെടുത്തിട്ടുള്ളൂ. മറ്റു പരാതികൾ പരിശോധിച്ച് നടപടിയെടുക്കുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിശദീകരണം. ചരിത്രത്തിൽ ആദ്യമായി പോലീസ് പി എസ് സിയിലെ പരീക്ഷാ വിഭാഗത്തിലെത്തി രേഖകളും പരിശോധിച്ചിരുന്നു. രാജ്യത്ത് പലയിടത്തും പി എസ് സിയിലെ ക്രമക്കേടുകളെ ചൊല്ലി യുവാക്കൾ പ്രക്ഷോഭത്തിലാണ്. സമരങ്ങളെ ഇടതുപക്ഷം പിന്തുണയ്ക്കുന്നുമുണ്ട്. കേരളത്തിൽ നിലവിലെ പി എസ് സി എൽ ഡി എഫ് ഭരണകാലത്ത് നിയമിക്കപ്പെട്ടതാണ് എന്നാണ് അതിലെ മറ്റൊരു പ്രത്യേകത. അപ്പോൾ ഭരണഘടനയിൽ ഇങ്ങനെയാണ് പറയുന്നത്: ഭരണഘടനാ പരിരക്ഷയുള്ള സ്വതന്ത്ര സ്ഥാപനമായതിനാൽ ഗവർണർക്ക് നേരിട്ട് പി എസ് സിയെ പിരിച്ചുവിടാനാവില്ല. സുപ്രീം കോടതി അന്വേഷണം വന്നാൽ പി എസ് സി ചെയർമാനെയും അംഗങ്ങളെയും ഗവർണർക്ക് സസ്പെൻഡ് ചെയ്യാം. ഗവർണറുടെ റിപ്പോർട്ട് ലഭിച്ചാൽ രാഷ്ട്രപതിക്ക് അന്വേഷണത്തിനായി സുപ്രീം കോടതി റെഫറും ചെയ്യാൻ പറ്റും. അതിനുശേഷം അന്വേഷണം വന്നാൽ ഗവർണർക്ക് സസ്പെൻഡ് ചെയ്യാം. അന്വേഷണത്തിൽ സുപ്രീം കോടതിയിൽ നിന്ന് പി എസ് സിക്കെതിരായ പരാമർശമുണ്ടായാൽ രാഷ്ട്രപതിക്ക് ഇവരെ പി എസ് സിയെ പിരിച്ചുവിടാനും പറ്റും. ആർട്ടിക്കിൾ 317 പ്രകാരം പിരിച്ചുവിടാനും പറ്റും. അപ്പൊ അതിന്റെ ഇതെന്ന് പറയുന്നത് ആർട്ടിക്കിൾ 315 ഒരു യൂണിയനും സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയുള്ള പബ്ലിക് സർവീസ് കമ്മീഷനുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ആർട്ടിക്കിൾ 315 അതിൽ നിങ്ങൾ നോക്കുക, നിയമിക്കുന്നത് ഗവർണറാണ്. ആർട്ടിക്കിൾ 316 പ്രകാരം പി എസ് സി ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ്, ആർട്ടിക്കിൾ 316 പ്രകാരം. എന്നാൽ 317 പ്രകാരം പി എസ് സി ചെയർമാനെയും അംഗങ്ങളെയും നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്. എന്നാൽ സുപ്രീം കോടതി അന്വേഷണം വന്നാൽ പി എസ് സി ചെയർമാനെയും അംഗങ്ങളെയും സസ്പെൻഡ് ചെയ്യാൻ ഗവർണർക്ക് അധികാരമുണ്ട്. ഇനി മറ്റൊന്ന്, ഈ പി എസ് സി ചെയർമാനും അംഗങ്ങളും രാജിക്കത്ത് സമർപ്പിക്കുന്നതും ഗവർണർക്കാണ്. പി എസ് സി ചെയർമാനും അംഗങ്ങളും രാജിക്കത്ത് സമർപ്പിക്കുന്നതും ഗവർണർക്കാണ് എന്നതാണ് ഇതിലെ പോയിന്റ്. അപ്പോൾ ഗവർണർ ഇത്തരത്തിലൊരു ഇടപെടാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നതാണ് ഏറ്റവും പുതുതായിട്ട് നമുക്കറിയാൻ വേണ്ടിയിട്ടുള്ള സാധിക്കുന്നത്. അപ്പൊ ഇങ്ങനെ വന്നാൽ വേണമെങ്കിൽ ഈ പി എസ് സിയെ പിരിച്ചുവിടുന്ന തരത്തിലേക്ക് വരെ എത്താനുള്ള സാധ്യതയാണ് നമ്മളിപ്പോൾ പരിശോധിക്കുന്നത്. അപ്പോൾ ക്രമക്കേടുകളിലേക്ക് ഇനിയും പരാതികളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതത് മുറയ്ക്ക് ഗവർണർ രാഷ്ട്രപതിക്ക് റിപ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി എന്തായിരിക്കും എന്നുള്ളതാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. ഇനി അങ്ങോട്ട് എന്താണ് നടപടിക്രമങ്ങൾ ഉണ്ടാവുക എന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് പരാതികളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അറിയിക്കുക. അതുപോലെ മുഴുവൻ നമുക്ക് കാടടച്ച് പി എസ് സിയെ കുറ്റപ്പെടുത്താനും പറ്റില്ല. നല്ല രീതിയിൽ മറ്റു പരീക്ഷകളൊക്കെ നടത്തി മുന്നോട്ട് പോകുന്നുമുണ്ട്. എന്നാൽ ചില ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്നത് സത്യമാണ് എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ വേണ്ടി സാധിക്കുന്നത്. അല്ലെ, ക്രൈംബ്രാഞ്ച് ഒക്കെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ ഇതിനെയൊക്കെ എന്താണ് ഈ പറയുന്ന പ്രശ്നങ്ങളെയൊക്കെ ഇല്ലാതാക്കി ഒരു മികച്ച PSC ആയി ഒരു മികച്ച പബ്ലിക് സർവീസ് കമ്മീഷനായി മാറ്റാനുള്ള നടപടിയാണ് വേണ്ടത്. കാരണം പൊതുവെ കേരളം ഏറ്റവും മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സംസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് കൃത്യമായ രീതിയിലുള്ള ക്രമക്കേടുകളൊന്നുമില്ലാത്ത ഏറ്റവും പരിശുദ്ധമായ രീതിയിൽ പോകുന്ന ഒരു PSCയെ നമുക്ക് ആവശ്യമുണ്ട്. അത് കൃത്യമായ രീതിയിൽ കൊണ്ടുപോകാൻ ഏതൊക്കെ തരത്തിലുള്ള ഇടപാടുകൾ വേണമോ ആ തരത്തിലുള്ള നടപടികളൊക്കെ എടുക്കേണ്ടതാണ്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പൊ കൃത്യമായ കാര്യങ്ങളാണ് ഗവർണർ ഇടപെടാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ നടപടികൾ ഈ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഓക്കെ, അപ്പോൾ എന്താണ് നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ മുന്നോട്ടുള്ള ശക്തി. നമ്മൾ കൃത്യമായി പല വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. അതുപോലെ ഇനി ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വരുന്ന ദേവസ്വം ബോർഡിന്റെ സ്പെഷ്യൽ ടോപ്പിക് ക്ലാസ്സുകളുമായിട്ട് നമ്മൾ വരുന്ന ദിവസങ്ങളിൽ തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു.